അസ്സലാമലൈക്കും. ഹവാസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കപ്പയും മീനും വെച്ച ഒരു നാടൻ റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ മത്തിയൊക്കെ ധാരാളമായി, ചെറിയ മത്തിയൊക്കെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അത് വലിയ വിലയൊന്നുമില്ല ഇപ്പോൾ മത്തിക്ക്. മത്തി അങ്ങനെ വാങ്ങിച്ചിട്ട്, മത്തി കിട്ടുമ്പോൾ കപ്പയും കൂടെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അത് നന്നാക്കി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കഴുകി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മത്തിയാണ്, ചെറിയ കുഞ്ഞു മത്തിയാണ്. ആ മത്തി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു അരപ്പുണ്ടാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകവും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇടണം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത്. ഒരു 5-6 ഇടാം. ഞാൻ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു പകുതി സവാളയാണ് എടുത്തേക്കുന്നത്. 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്നും അരക്കണ്ട, എന്നാലും ഒരുവിധം ഒന്ന് അരഞ്ഞ് കിട്ടണം. അതും അരച്ച് മാറ്റി വെച്ച ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഉണ്ടാക്കിയാലും മതി. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ഒരു 4 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ഇടാം. അതൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും അരപ്പിട്ട് കൊടുക്കണം. അത് അരച്ച അരപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിലൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഈ കപ്പ കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല വെന്ത കപ്പയാണ്. ഈ കപ്പ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ട് വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ മീനും ഇട്ട് കൊടുത്ത് മീനിൻ്റെ മുള്ള് മാറ്റണം. അതിൻ്റെ ദശ മാത്രം എടുക്കാൻ പാടുള്ളൂ. മുള്ള് എടുത്താൽ മുള്ള് കുത്തിക്കൊള്ളും. പിള്ളേരൊക്കെ തിന്നുമ്പോൾ മുള്ള് തൊണ്ടയിലൊക്കെ കയറും. അതുകൊണ്ട് മുള്ളെടുക്കരുത്. ഇതിൻ്റെ ചാളക്ക് നല്ല മുള്ളുവാണല്ലോ. അപ്പോൾ മുള്ള് മാറ്റിയിട്ട് ദശ മാത്രം എടുത്തിട്ട് അത് ഇട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെക്കണം. അതെല്ലാം കൂടെ നന്നായി ചൂടായി വരും. ചൂടായി നല്ല വറ്റിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഇതിൽ. അപ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം അത് കട്ടൻ ചായയുടെ ഒപ്പം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മീനും കപ്പയും കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അങ്ങനെ അധികം ആരും ഉണ്ടാക്കണില്ല. നാടൻ രീതിയിലുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചായയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ കഴിക്കാനും നല്ലതാണിത്. വരയിട്ടതിന് ശേഷം വിരൽ കൊണ്ടൊന്ന് അകത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളൊന്ന്. അപ്പോൾ ഒന്ന് തുറന്ന് വരും. അതിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാത്തിലും ഈ ഫില്ലിങ് നിറക്കണം. നല്ല കൈകൊണ്ട് തന്നെ സ്പൂണിൽ വെച്ചിട്ട് കൈകൊണ്ട് തന്നെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഉള്ളിലോട്ട് നല്ലോണം കയറിക്കോളും. നന്നായി ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. അടിയിൽ വര വീഴരുത്, അല്ലെങ്കിൽ അപ്പോൾ പുറത്തേക്ക് പോകും. അടിയിൽ ഇതാകാതെ മുകളിൽ മാത്രം ഒരു വരയിട്ട് കൈകൊണ്ടൊന്ന് അകത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഉള്ളിൽ വെച്ച് അമർത്തി കൊടുക്കണം. അങ്ങനെ എല്ലാ പഴവും അതേപോലെ തന്നെ അങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിനുശേഷം ആ ഫില്ലിങ് വെച്ച ഭാഗത്ത് വേണം ഈ മൈദയുടെ മിശ്രിതം തേക്കാനായിട്ട്. അത് ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൈദയുടെ ഇത് തേക്കണത്. അത് നല്ലതുപോലെ കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം. ലൂസായി കഴിഞ്ഞാൽ അത് അതിൽ പിടിക്കില്ല. അതുകൊണ്ട് ആ ഫില്ലിങ് മൂടുന്നത് പോലെ ഈ മൈദയുടെ ഇത് അത് തേച്ച് കൊടുക്കണം അതിലേക്ക്. അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തേച്ച് കൊടുക്കണം. എല്ലാ പഴത്തിലും അത് തേച്ച് കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സ്കൂളിലാണെങ്കിലും സ്നാക്സ് ആയിട്ടാണെങ്കിലും ഇത് കൊണ്ടുപോകാം. ഇത് മുറിച്ചിട്ട്
പിന്നെ പകുതി ആക്കിയതിന് ശേഷം പകുതിയായാലും അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാം സ്കൂളിലേക്ക്. നല്ല ടേസ്റ്റാണ് ഇത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതിലേക്ക് പിന്നെ പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നെയ്യ് ഒഴിക്കണം. 2 ടീസ്പൂൺ നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാൻ 2 ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്, ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാം ചൂടായി വരുമ്പം ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം ഇത് വെച്ച് കൊടുക്കണം ഈ പഴം. ഈ ഫില്ലിങ് ചെയ്തേക്കണത് മേളിലായിട്ട് വരണം. അതൊന്നൊരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ പിന്നെ മറിച്ചിട്ട് കൊടുക്കണം. അതിന് തിരിച്ചും മറിച്ചിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു 4 മണി പലഹാരമാണ്. പിന്നെ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും പഴം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം ഇത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ നല്ലോണം വെന്ത് നല്ല മൊരിഞ്ഞ് ഇതായി വന്നിട്ടുണ്ട്. പഴമൊക്കെ നല്ല മൊരിഞ്ഞ് പുറത്ത്, ഉള്ളിൽ ഫില്ലിങ് നല്ല ലൂസ് പോലെ ഇതായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ പിന്നെ തേങ്ങയും പഞ്ചസാര ഇതൊക്കെ കശുവണ്ടിയൊക്കെ കടിക്കുമ്പം നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക.